എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +1 റിസൾട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ എക്സാം റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024, അതുപോലെ VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിൽ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് വഴി നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി റിസൾട്ടും VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് വഴി നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി റിസൾട്ടും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ VHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ സ്കൂൾ വൈസ് റിസൾട്ടും എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ റോൾ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി സ്കൂൾ വൈസ് റിസൾട്ട് അറിയുന്നതിനായിട്ട് സൈഡിലായിട്ട് സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കൂൾ കോഡ് എങ്ങനെ നോക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു vhscap.kerala.gov.in എന്ന, അതായത് vhscap.kerala.gov.in എന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള ഏകജാല സംവിധാനമായിട്ടുള്ള വെബ്സൈറ്റ് ഇത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ സ്കൂളിൻ്റെ കോഡുകൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്കൂൾ ലിസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതായത് ആ ഒരു മെനു ഐറ്റം കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജില്ല ഏതാണ് ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്തപ്പോൾ തിരുവനന്തപുരത്തെ ആ ഒരു എല്ലാ സ്കൂളുകളുടെ ലിസ്റ്റും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിട്ട്, അതായത് നിങ്ങൾ ഇതിൽ നിന്നും നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് ഏതാണ് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള കാണിച്ച് തരുന്നതിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ആദ്യത്തെ സ്കൂളിൻ്റെ കോഡാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് VHSS ഫോർ ദ ഡീഫ് ജഗതി തൈക്കാട് എന്നാണ്, തൈക്കാട് PO എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്കൂളിലെ കോഡ് 901008 എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ 9 നമുക്ക് വേണ്ട, അപ്പോൾ കാരണം എല്ലാത്തിനും 9 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള പേജിൽ ആകെ 5 നമ്പർ മാത്രമേ ടൈപ്പ് ചെയ്യാൻ പറ്റൂ. ഇത് 6 നമ്പർ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 9 ഒഴിവാക്കിയിട്ട് ഈ ഒരു, അതായത് 01008 എന്നുള്ള ആ ഒരു നമ്പർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം 01008 എന്നുള്ളത് ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അതിനുശേഷം നേരത്തെയുള്ള ആ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു പേജിൽ പോയി ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, അതായത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് ആദ്യത്തെ 9 ഒഴിവാക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ അത് ലോഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ലോഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കൂളിൻ്റെ ആ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് നമുക്ക് കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് ഗവൺമെൻറ് VHSS ആൻഡ് THS ഫോർ ഡെഫ് ജഗതി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഇവിടെ വന്നിട്ടുള്ളത് കാണാം, അതായത് ആ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ വന്നിട്ടുള്ളത് കാണാം. അവർക്ക് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, അതുപോലെ അസിസ്റ്റൻറ്റ് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്, അതായത് അവർ ഏതാണ് ആ ഒരു സബ്ജക്റ്റ് എന്നുള്ളതാണ്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ ഉണ്ടോ എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസും, അതുപോലെ അതിന് അവർക്ക് CE ഉൾപ്പെടെ എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ വിദ്യാർത്ഥിയുടെയും ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്കൂളിലെ കുറച്ച് വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസാണ് നിലവിൽ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി നമുക്ക് അടുത്തൊരു വിദ്യാർത്ഥിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാം, കാരണം ഇതിൽ ആകെ ഉള്ള വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത്, അതായത് ഏകദേശം 13 വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ മറ്റൊരു സ്കൂളിലെ കോഡ് ജസ്റ്റ് നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ മറ്റൊരു സ്കൂളിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഡ് റൺ ആവുന്നത് കാണാൻ സാധിക്കുന്നതാണ്, അതായത് ആ ഒരു കോഡ് കൊടുത്തപ്പോൾ ഒരു ഡീറ്റെയിൽസ് ലോഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു സ്കൂളിൽ എത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്നോ അതിനനുസരിച്ച് അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.